ജീവിതം വളരെ ചെറുതാണ്. ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. സംഭവിച്ചത് എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും. ഏത് സന്ദർഭത്തിലും നിങ്ങളെ മോശക്കാരനാക്കുവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടാവും. അവരോട് പ്രതികരിക്കുവാൻ ശ്രമിക്കരുത്. അതൊരു മനോരോഗമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാൻ ആവില്ല. എന്നാൽ വരാനിരിക്കുന്ന സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനാവും. സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, ആ സ്വപ്നങ്ങൾക്കായി ജീവിക്കുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് കാര്യമുണ്ടെങ്കിൽ അതിൻ്റെ അസ്വസ്ഥതകൾ മറികടക്കാൻ നിങ്ങൾക്ക് 5 പോസിറ്റീവ് കാര്യങ്ങളെങ്കിലും സംഭവിക്കണം. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും നിങ്ങളെ സുഹൃത്തുക്കളാക്കാൻ വരും. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാനാണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. നിരാശ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. മറ്റാരും ചെയ്തില്ലെങ്കിലും സ്വയം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം നേട്ടങ്ങളിൽ സ്വയം അനുമോദിക്കുകയും ചെയ്താൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്താണ് നാളെ നമുക്ക് സംഭവിക്കുക എന്ന് അറിയാതെയാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാർ ആണെങ്കിലും മിക്ക മനുഷ്യരും അവരുടെ പ്രശ്നങ്ങളുമായി മല്ലിടുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കുക. വീഴ്ചകളിൽ തളർന്നു പോകാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നമുക്കും ഒരു ദിവസമുണ്ടാകും. ജീവിതത്തിൽ എല്ലാ മോശ സാധ്യതകളും നിങ്ങൾ സങ്കല്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും സന്തുഷ്ടനാകാൻ കഴിയില്ല. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. കാരണം ഇത് നിങ്ങളുടെ സങ്കടം വർദ്ധിപ്പിക്കും. തങ്ങൾക്കൊരിക്കലും പ്രയോജനപ്പെടാത്തവർ മോശക്കാരാണെന്നും ഉപകാരം ആകുന്നവർ നല്ലവരാണെന്നുമുള്ള പൊതു തത്വമാണ് മോശം അഭിപ്രായങ്ങളിൽ മനുഷ്യരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്.